പ്രധാനമന്ത്രിയുടെ ബിരുദ വിവരം രഹസ്യമായി തുടരും. വിവരം പുറത്തുവിടണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് ദില്ലി ഹൈക്കോടതി റദ്ദാക്കി. കമ്മീഷൻ ഉത്തരവിനെ ചോദ്യം ചെയ്ത ദില്ലി സർവകലാശാല നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. അബ്ദുൾ റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടേണ്ടതില്ല എന്നുള്ളതാണ് ദില്ലി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഉത്തരവ്. 1978 ദില്ലി സർവകലാശാലയിൽ പഠനം പൂർത്തീകരിച്ചവരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവുണ്ടായിരുന്നു. ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ദില്ലി സർവകലാശാല ദില്ലി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പ്രധാനമായും ഈ വ്യക്തിഗത വിവരങ്ങൾ അടക്കമടങ്ങുന്ന സർട്ടിഫിക്കറ്റുകളും അതോടൊപ്പമുള്ള രേഖകളും പുറത്തുവിടാൻ ആകില്ല എന്നുള്ളൊരു വാദമായിരുന്നു ദില്ലി സർവകലാശാല മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാദം ശരിവെക്കുന്ന സമീപനമായിരുന്നു ദില്ലി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. സിംഗിൾ ബെഞ്ചായിട്ടുള്ള സച്ചിൻ ദത്തയാണ് ഈ കേസ് പരിഗണിക്കുകയും പിന്നീടുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളത്. 1978 ദില്ലി സർവകലാശാലയിൽ നിന്നും ആർട്സ് വിഭാഗത്തിൽ പ്രധാനമന്ത്രി ബിരുദം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് BJP വക്താക്കളൊക്കെ തന്നെയും ഉന്നയിക്കുന്നത്. ഇതിലൊരു വ്യക്തത വരുത്താൻ വേണമെന്ന ആവശ്യം മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടുള്ള നീരജ് കുമാർ മുന്നോട്ട് വെക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയായി ദില്ലി സർവകലാശാലയും പിന്നീട് മനുഷ്യാവകാശ കമ്മീഷനെയും വിവരാവകാശ കമ്മീഷനെയും സമീപിക്കുകയായിരുന്നു. 2016 ഇത്തരത്തിലൊരു കേസ് വരികയും പിന്നീട് രാജ്യത്ത് തന്നെ വലിയ വിവാദങ്ങളും ഒക്കെ തന്നെ കോലിളക്കങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ വ്യക്തിഗത വിവരങ്ങൾ പുറത്തുവിടാനാകില്ല എന്ന വാദം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിടേണ്ടതില്ല എന്ന ഉത്തരവ് ദില്ലി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും ഇനി പ്രധാനമന്ത്രിയുടെ ഈ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അത് രഹസ്യമായി തന്നെ തുടരും. അസിത. ശരി, അബ്ദുൾ റഷീദ് വിവരങ്ങൾ നൽകിയത്. കായിക